താങ്കൾ ഏത് വിഷയത്തിലാണ് സംസാരിക്കുന്നത്? എന്താണ് ആ വിഷയത്തിന്റെ ക്രക്സ്? ആ ക്രക്സിലേക്കല്ല വരുന്നത്. രാഷ്ട്രീയമായി കുറെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിന് രാഷ്ട്രീയമായിട്ട് കുറെ ചിത്രങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്നിട്ട് അങ്ങനെ അത് അങ്ങനെയാണ് സ്വേച്ഛാധിപത്യമാണ്. താങ്കൾ പറയും ഒരു സ്വേച്ഛാധിപത്യ നിലപാട് പറയും. ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അംഗീകരിച്ചതുപോലെ ഒരു സ്വേച്ഛാധിപത്യ നിലപാട് ഈ പറഞ്ഞ 12 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ടോ? ഇന്ത്യയിലെ മാധ്യമങ്ങളെ അടക്കം, ഇന്ത്യയിലെ ജനാധിപത്യവാദികളെ അടക്കം, ഇന്ത്യയിലെ എതിർ ശബ്ദങ്ങളെ എല്ലാം നിഷ്കളപ്പെടുത്താൻ വേണ്ടി നടന്നിട്ടുള്ള അടിയന്തരാവസ്ഥ പോലെയുള്ള പദ്ധതികൾ ഈ പറഞ്ഞ 12 വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ടോ? ഇതൊന്നും നടന്നില്ല. നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം എന്താ അറിയോ? നിങ്ങൾക്ക് കഴിഞ്ഞ 2014 മുൻപ് വരെ ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമായിരുന്നെങ്കിൽ ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ വല്ലാത്ത പ്രശ്നമാണ്. രാജ്യം മുന്നോട്ട് പോകാൻ പാടില്ല, ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടക്കാൻ പാടില്ല, ഈ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസികൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാലിളക്കം ഉണ്ടല്ലോ, ആ ഹാലിളക്കത്തിന് മരുന്ന് വരാൻ സർക്കാർ നിർവാഹമില്ല. ഇപ്പോൾ ഈ എഥനോൾ നയം ഇത് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിതിൻ ഗഡ്കരി പ്രതിരോധത്തിലാകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർ, ഇപ്പോൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർക്ക് പോലും ഈ ആശങ്കയുണ്ട്. E20 വിഷയം ഒരു രാഷ്ട്രീയ വിഷയമല്ല, അതൊരു ദേശീയ നയമാണ്. അത് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, പരിസ്ഥിതിക്കെതിരായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ വിദേശ നാണയ വിനിമയത്തിലെ അതിൻ്റെ തോത് കുറയ്ക്കുക, അതിനോടൊപ്പം ഇറക്കുമതി, ആ ഇറക്കുമതി നമ്മൾ വലിയ രീതിയിലുള്ള ഇറക്കുമതി നമ്മൾ ആശ്രയിക്കുമ്പോൾ അതിൻ്റേതായ ചില ദോഷവശങ്ങൾ നമ്മൾ ഈ സമീപ ഭാവിയിൽ തന്നെ കണ്ടു. ഇപ്പോൾ ഇറാൻ യുദ്ധം നടന്ന സമയത്ത് നമുക്ക് എനർജി ലഭ്യത, അതിപ്പോൾ ഗ്യാസ് ആയാലും ശരി, അതുപോലെ പെട്രോൾ ആയാലും ശരി, ഉണ്ടായിട്ടുള്ള ലഭ്യത കുറവ്, ഇത്തരം കാര്യങ്ങൾ വച്ചുകൊണ്ടുള്ള ഒരു ദേശീയ നയമാണ്. അപ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതിൽ എല്ലായ്പ്പോഴും നമുക്ക് പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിച്ച് അല്ലെങ്കിൽ ഗ്യാസിനെയും ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എത്ര കാലം കൂടി നമുക്ക് ഇത്തരം സോഴ്സസിൽ നിന്ന് അത്തരം എനർജികൾ എടുക്കാൻ സാധിക്കും? അപ്പോൾ അതിന് പകരമായി ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എനർജികൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം രാജ്യം കണ്ടെത്തുന്ന മറുപടികളാണ് പല രീതിയിൽ. അതിപ്പോൾ ഇലക്ട്രിക് വെർഷനിലേക്ക് നമ്മൾ മാറുന്നതായാലും ശരി, അങ്ങനെയുള്ള ഒട്ടേറെ, ഇപ്പോൾ ഹൈഡ്രജൻ വെർഷനിലേക്ക് ഫ്യൂവലിലേക്ക് മാറുന്നതായാലും ശരി, അത്തരത്തിലുള്ള മാറ്റമൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനകത്ത് E20യുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനമാണ് എന്ന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് അത് അത്യന്തം തെറ്റായിട്ടുള്ള ഒരു അതും ശരിയാണല്ലോ. തീരുമാനമെന്നല്ല, 2002 മുതൽ ഈ നയത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നു. 2014 പ്രധാനമന്ത്രി അധികാരത്തിലെത്തിയ ശേഷം ആ സമയത്ത് 1.5%. അതിങ്ങനെ പെട്ടെന്ന് വളർന്നു 2030 E20യിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ പൊടുന്നനെ അതിൽ മാറ്റം വരികയും E20 പെട്ടെന്ന് അങ്ങ് നടപ്പാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഇത് ജനങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതായിപ്പോ ഇവിടുത്തെ ഒരു ഏർപ്പാട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അന്തൂന് അറിയാമായിരുന്നോ E20 പെട്രോളാണ് അടിക്കുന്നത്? എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കറിയാവുന്നത്. മറ്റുള്ളവർക്ക് പലർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അവിടെ ഞാൻ അതിനെ ഡിബേറ്റബിളായി തന്നെ വയ്ക്കുന്നു. അത് ഡിബേറ്റബിളായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ആശയമാണ് എനിക്കുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഒരു പൊടുന്നനെ ഇത് എടുത്ത് പെരുമാറുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ജനങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിൽ നിർത്തുന്നതിന് പകരം നമ്മൾ ഇതിനകത്തുള്ള സർക്കാർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനർചിന്തനമോ അല്ലെങ്കിൽ ഈ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചർച്ചയ്ക്കും സർക്കാർ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം ചെയ്യുകയാണ് നമ്മളെ. അപ്പോൾ നമുക്കുള്ള പ്രതിസന്ധികൾ, നമുക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായും സർക്കാരിൻ്റെ മുൻപിൽ വയ്ക്കാനുള്ള അവസരമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 2001 ആരംഭിച്ചിട്ടുള്ള 2001 2004 ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഈ പ്രവർത്തനം 2013 അതായത് UPA സർക്കാരിൻ്റെ കാലത്താണ് ഇതിനെ നോട്ടിഫൈ ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇത് ഏറെക്കാലം ഉപയോഗിക്കപ്പെടാതെ അല്ലെങ്കിൽ ഈ നയം ഉപയോഗിക്കപ്പെടാതിരിക്കുകയും അതിനുശേഷം 2018 ഈ നയം വളരെ കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ദേശീയ നയമായി, അത് ഞാൻ പറഞ്ഞല്ലോ പാരിസ്ഥിതികമായിട്ടുള്ള അതുപോലെ നമ്മളെ കർഷകരെ സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ അത് അത്തരത്തിൽ അതിനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഈ നയം ദേശീയ നയമായി തന്നെ മുന്നോട്ട് വരുന്നു, നമ്മുടെ എനർജി നയമായി തന്നെ മുന്നോട്ട് വരുന്നു. അതിനുശേഷം 2021 നീതി ആയോഗ് ഇതിനൊരു റോഡ് മാപ്പ് തീരുമാനിക്കുകയും ആ റോഡ് മാപ്പിലൂടെ നമ്മൾ വളരെ പെട്ടെന്ന് നടന്നു നീങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് ആത്യന്തികമായിട്ടുള്ള ഗുണഭോക്താക്കൾ ആര് എന്ന് ചോദിച്ചാൽ അത് രാജ്യത്തെ കർഷകരാണ് എന്നാണ് ഞാൻ ഇതിനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. കാരണം രാജ്യത്തെ കർഷകന്റെ വരുമാനം അത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് കമ്പനിയുടെ കാര്യമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ 1.66 ലക്ഷം
കോടി നേരിട്ട് കർഷകർക്ക് വരുമാനം എന്നുള്ള നിലയ്ക്ക് എത്തുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ നമുക്കുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള കുറവ്, ആ കുറവ് നമുക്ക് ഭാവിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ധന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഒതുങ്ങുന്ന രീതിയിൽ രാജ്യത്തെ പര്യാപ്തമാക്കുന്നു. ഇതിനകത്തേക്ക് താങ്കളുടെ ഇൻട്രോയിൽ അല്ലെങ്കിൽ താങ്കളുടെ കാർഡിലടക്കം എന്തിനാണ് നിതിൻ ഗഡ്കരിയെ പോയിന്റ് ചെയ്യുന്നത്? ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന്റെ മന്ത്രിയെ നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ടാവും. പക്ഷേ നിങ്ങൾ പറയുന്നതിൽ ഒരു പ്രശ്നം കൂടി, ഒരു സാങ്കേതിക പ്രശ്നം. താങ്കൾ പറയുന്നത് 2030 ഇത് ആപ്ലിക്കബിൾ ആവേണ്ടിയിരുന്നത് എന്നുള്ള നിലയിലാണ് റോഡ് മാപ്പ് തയ്യാറാക്കുന്നത്. അതായത് പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അതെ, പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് താങ്കൾ ഇപ്പോൾ E25 ആണ് പൂർണ്ണ ലക്ഷ്യത്തിലേക്ക്. പക്ഷേ E25 തൽക്കാലം ഇല്ല എന്ന് ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. അതെ, അപ്പോൾ ഇതിനകത്ത് ഒരു മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നുള്ളൊരു അല്ലെങ്കിൽ ചില ആളുകൾ ഇതിനകത്തൊരു സംശയം അല്ലെങ്കിൽ ജനങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു പോളിസിക്കെതിരായി ജനങ്ങളെ അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട നടത്തുന്നുണ്ട്. ആ നടത്തുന്ന പ്രൊപ്പഗണ്ട ഈ രാജ്യത്തിന്റെ വികസനത്തിനെതിരാണ് എന്നുള്ള സ്റ്റാൻഡാണ് എനിക്കുള്ളത്. അതിനോടൊപ്പം ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് നേരത്തെ എത്തിപ്പോയി എന്നുള്ളത് ഒരു വലിയ തെറ്റാണ്, അക്ഷന്തവ്യമായ അപരാധമാണ് എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല രാഷ്ട്രീയ ലക്ഷ്യമല്ല. ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. സിബി സത്യൻ, ഇവിടെ നന്ദു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പിന്നെ എന്തിനാണ് ഗഡ്കരിയെ ഈ വിഷയത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന്. എഥനോൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾ അതിന്റെ വില കുറയ്ക്കണം. കാരണം പെട്രോളിന്റെ വില ഇല്ല എഥനോളിന്. അതിന് ഈ പെട്രോളിന്റെ അതേ വില തന്നെയാണ് നമ്മളിപ്പോൾ എഥനോളിന് കൊടുക്കുന്നത്. അപ്പൊ ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കലാണ്. ഗവൺമെന്റ് അതിന്റെ ഏറ്റവും വലിയ ലൂട്ടിങ് നടത്തുകയാണ് ജനങ്ങളുടെ മേലിൽ. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആൾ നാഗ്പൂരിലെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ ഷുഗർ ബാരൺ എന്ന് പറയാവുന്ന, അതായത് ഷുഗറുമായി ബന്ധപ്പെട്ട ഷുഗർ മില്ലുകളും അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എഥനോളുകളും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ നിഖിൽ ഗഡ്കരി നടത്തുന്ന സിയാൻ അഗ്രോ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഈ സിയാൻ അഗ്രോ പ്രൊഡക്ട്സ് 2024 എഥനോൾ രംഗത്തേക്ക് വരുന്നത്. ഈ 2024 എഥനോൾ രംഗത്തേക്ക് വരുമ്പോഴേ അദ്ദേഹത്തിന്റെ അന്നത്തെ ഓഹരി വില എന്ന് പറയുന്നത് 41 രൂപയായിരുന്നു. 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഓഹരി വില എന്ന് പറയുന്നത് ഏതാണ്ട് 1500 രൂപയ്ക്ക് അടുത്താണ്. ഇനി രണ്ടാമത്തെ കേസ്, അദ്ദേഹത്തിന്റെ വരുമാനം 17 കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനം. അതിപ്പോൾ 2234 കോടിയായിട്ട് മാറിയിരിക്കും 2 വർഷം കൊണ്ട്. ഇതിനെ സാധാരണഗതിയിൽ സ്വജനപക്ഷപാതം എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഒരു രാജ്യത്തിന്റെ നയങ്ങൾ 1-2 കമ്പനിക്കാർക്ക് ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ വളച്ചൊടിച്ച് അതിനെ അവതരിപ്പിക്കുക. അത് പണ്ടൊക്കെ ഈ പറഞ്ഞ അഴിമതിയൊക്കെ വളരെ റാമ്പന്റ് ആയിരുന്ന ഒരു കാലത്ത് പോലും സ്വന്തം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉള്ള കമ്പനിയിൽ പരസ്യമായിട്ട് ലാഭം കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ വളരെ ഓപ്പൺ ആയിട്ട് ആരും അഴിമതി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇപ്പം വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, സ്വന്തം മക്കൾക്ക് കമ്പനിയുണ്ട്, അവർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും മടിയില്ലാത്ത, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇപ്പം നിതിൻ ഗഡ്കരിയുടെ മകൻ കോടീശ്വരനായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് എത്രയോ ഇരട്ടിയായി. അപ്പം ഈ ഒരു പോളിസി മാറ്റം ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ സിബി ഈ പറയുന്ന EJPയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നാണോ താങ്കൾ കണക്കാക്കുന്നത്? ഇപ്പോൾ നീറ്റിൽ സമരം നടത്തിയ CJPയേക്കാൾ ശക്തരായി മാറുമോ ഈ EJP ശക്തരായി മാറുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷക സമരം ഇതിനേക്കാൾ വലിയ സമരമായിരുന്നു. അതിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനും വളരെ ഏറ്റവും അവസാനം സമ്മർദ്ദത്തിന്റെ അങ്ങേയറ്റം മാത്രമാണ് ഫാം ലോസ് പിൻവലിക്കാനും അന്നത് സർക്കാർ തയ്യാറായത്. CJPയുടെ സമരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ആ സമരത്തിലേക്ക് വന്ന വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളെ നേരിടുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ട്രക്ക് ഡ്രൈവർമാരെയും കർഷകരെയും ഈ പറഞ്ഞ മിഡിൽ ക്ലാസ്സിനെയും നേരിടാൻ. അത് അടിച്ചമർത്താൻ പറ്റും. നമ്മുടെ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രമുഖ RSS ആചാര്യൻ പറഞ്ഞ പോലെ വെടിവെച്ച് കൊല്ലാൻ പറ്റും. വെടിവെച്ച് കൊന്ന ശവങ്ങൾ നമുക്ക് കൂട്ടിയിടാൻ പറ്റും. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. നിതിൻ ഗഡ്കരിയുടെ കേസിൽ മറ്റൊരു രസകരമായ സംഗതി ഉള്ളത്, നിതിൻ ഗഡ്കരി RSSന്റെ ഒരു ബ്ലൂ ഐഡ് ബോയിയാണ്. പക്ഷേ നിതിൻ ഗഡ്കരി അടുത്ത മന്ത്രിസഭാ പുനഃസംഘടനയിൽ പുറത്താക്കാൻ മോദി ആലോചിക്കുന്നതായിട്ട് കുറെ കാലമായിട്ട് വിവരങ്ങളുണ്ട്. നിതിൻ ഗഡ്കരിയെ മോദിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അദ്ദേഹത്തിനെ പുറത്താക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഓരോ തവണയും, അതായത് 2ാം മോദി മന്ത്രിസഭ മുതൽ 3ാം മോദി മന്ത്രിസഭയിലും ഒക്കെ നിതിൻ ഗഡ്കരിയെ പറ്റിയാൽ പുറത്താക്കണം
എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഉദ്ദേശിച്ചത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ തങ്ങളുടെ നേതാവായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങനെയാണെങ്കിൽ പോളിസി ഡിസിഷനിൽ നിതിൻ ഗഡ്കരിക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ള രണ്ടും ഒരുമിച്ച് പോവുകയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കെ നിതിൻ ഗഡ്കരിക്ക് കണ്ണിലെ കരടാണെന്നാണല്ലോ താങ്കൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോളിസി ഡിസിഷനിൽ ഇത്ര ഭംഗിയായിട്ട് ഇടപെടാൻ കഴിയും? അഴിമതി സാർ, ഇത് അഴിമതിക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അഴിമതി എല്ലാവരും കേട്ടായിരുന്നു. ഇപ്പൊ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും കൂടി മുഴുവൻ പോളിസികളും അദാനിക്ക് അനുകൂലമായിട്ട് മാറ്റുന്നു. അപ്പൊ അതിനകത്ത് അത് എത്രയോ കോടാനുകോടി രൂപയുടെ അഴിമതിയാണ്. മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഗഡ്കരിയെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം. എന്തുകൊണ്ട് ഗഡ്കരി രാജിവെക്കണം, ഗഡ്കരിയുടെ രാജി പ്രധാനമന്ത്രി വാങ്ങണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ കാരണം BJP-യുടെ. അതിനകത്ത് എനിക്കിപ്പോൾ തോന്നുന്നത് രാവിലെ PM ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുമായിരിക്കും ഗഡ്കരിയെ എന്ന് മാറ്റാമോ, നാളെ മാറ്റാമോ എന്ന്. എന്ത് തരത്തിലുള്ള മൗഢ്യമാണ് അദ്ദേഹം പറഞ്ഞു പരത്തുന്നത്? അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ഇത്രയും നേരം ഫാക്ട് പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ എന്നുള്ള നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പ് ഞാൻ പറയുന്നില്ല. ഞാൻ അതിൻ്റെ ഫാക്ച്വൽ കാര്യങ്ങളിലേക്ക് മാത്രമേ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അദ്ദേഹം ആ രാഷ്ട്രീയം തുപ്പുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചു വെക്കരുത്. നിങ്ങൾ ഇത്തരത്തിൽ ഒരേ സമയം നിങ്ങൾ പറയുകയാണ് നിതിൻ ഗഡ്കരിയെ നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് കളയാൻ നിൽക്കുമ്പോൾ നിതിൻ ഗഡ്കരിക്ക് ഈ പറയുന്ന നയം തീരുമാനിപ്പിക്കാൻ സാധിക്കും. താങ്കളത് ചോദിച്ചതാണ്. അതിന് അദ്ദേഹം ഉരുണ്ടിട്ട് എണീറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പറ്റിയ ചെളിയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരേ സമയം രണ്ട് രീതിയിലുള്ള നറേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇതുപോലുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹം മൈലേജിൻ്റെ ഇഷ്യൂ പറഞ്ഞു, അദ്ദേഹം മൈലേജിൻ്റെ ഡ്രോപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ നീതി ആയോഗിൻ്റെ ഒരു വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ റിജക്റ്റ് ചെയ്യില്ല. പക്ഷേ അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം, മൈലേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ എനർജി മാത്രമല്ല, അല്ലെങ്കിൽ ഏത് ഫ്യൂവൽ എന്നുള്ളത് മാത്രമല്ല. മൈലേജിന് നല്ല റോഡുകൾ ഉണ്ടാവണം. റോഡുകളുടെ മോശം അവസ്ഥ മൈലേജിനെ ബാധിക്കാം. ഒരാൾ ഓടിക്കുന്ന വണ്ടി, ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ മൈലേജ് ആയിരിക്കില്ല അതേ വണ്ടി ചിലപ്പോൾ മഞ്ജുഷേട്ടൻ ഓടിച്ചാൽ ആ ഓടിക്കുന്ന ശൈലിക്ക് മൈലേജിനെ സ്വാധീനിക്കാൻ സാധിക്കും. പിന്നെ ഓടിക്കുന്ന സ്ഥലങ്ങളുടെ ഒറ്റ ഘടകം, അതായത് എല്ലാ വാഹനങ്ങളിലും ഉള്ള ഘടകം എന്ന് പറയുന്നത് E20 ആണ്. അപ്പൊ യുദ്ധ സാഹചര്യത്തിലെ വിലയും ഞാൻ അതിലേക്ക് വരാം. താങ്കൾ ഈ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഒന്നും ഇടപെട്ടില്ല. അതൊരു ജനാധിപത്യമല്ലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ താങ്കളുടെ അവസരത്തിൽ തിരുത്താം. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരേട്ടന് ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനോടും യോജിപ്പായിരിക്കില്ല. അദ്ദേഹത്തിന് അവസരം വരുമ്പോൾ അദ്ദേഹം തിരുത്തും. എനിക്ക് അവസരം വന്നപ്പോഴല്ലേ ഞാൻ താങ്കളുടെ തിരുത്താൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇതിനിടയിൽ കയറി സംസാരിക്കും. താങ്കളുടെ ഉള്ളിലൊരു പൊളിറ്റിക്സ് ഉണ്ടാവാം, ഉണ്ടായിക്കോട്ടെ, താങ്കൾക്ക് വേണം, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ അത് ഇത്തരം ഒരു ചർച്ചയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അതിലേക്ക് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടല്ല വരേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ ഗഡ്കരിയുടെ മകനെ കോട്ട് ചെയ്ത് പോയതുകൊണ്ടാണ്. അതായത് ഗഡ്കരിയുടെ മകൻ, അദ്ദേഹത്തിന് ഈ പറയുന്ന എത്തനോൾ ഡിസ്ട്രിബ്യൂഷനിൽ 0.6% ഇൻവോൾവ്മെന്റേ ഉള്ളൂ. അതിനേക്കാൾ ഇപ്പോൾ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഉണ്ടാക്കുന്നവരുണ്ട്. സിബി, താങ്കളുടെ ഈ അസ്വസ്ഥത എന്താണെന്നറിയോ? താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് പൊളിയുന്നതുകൊണ്ടാണ്. അല്ല, ഞാൻ ഇടപെടുന്നില്ലല്ലോ. എനിക്ക് പൊളിറ്റിക്സ് ഉള്ള ആളാണ്, ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും താങ്കൾ നിതിൻ ഗഡ്കരിയുടെ മകനെ അദ്ദേഹത്തിനെ മോശമായി പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഇടപെടാത്തത്? എൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്നില്ലേ? ഞാൻ എന്തുകൊണ്ട് ഇടപെടാത്തത്? കാരണം എനിക്ക് അസ്വസ്ഥതയില്ല. എൻ്റെ ഫാക്ച്വൽ ആയിട്ടുള്ള നിലപാടുകൾ പറയാനുള്ള അടിസ്ഥാനം എനിക്കുണ്ട്. പക്ഷെ താങ്കൾക്ക് അതില്ല. താങ്കൾക്ക് ഭയപ്പെടുന്നു. താങ്കൾ ഓരോ വാക്ക് പറയുമ്പോഴും താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഭയം ജനിക്കുന്നത്? താങ്കൾ എന്തുകൊണ്ടാണ് ഇടപെടുന്നത്? താങ്കളുടെ ഫാക്ച്വൽ എററുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ താങ്കൾക്ക് കൃത്യമായി അറിയാം താങ്കൾ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞോട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇതൊരു നല്ല ശൈലിയല്ല. എങ്കിൽ ഞാനും ഇടപെടും. നാളെ തൊട്ട് അടുത്ത മിനിറ്റിൽ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാനും ഇടപെടും, ഓരോ വാക്കിലും ഇടപെടും. അപ്പൊ എന്ത് പറ്റും? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് ആകെ 0.6% മാത്രമാണ് ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ്. 0.6%. നിങ്ങൾ മൊത്തം ഉൽപാദനത്തിന്റെ 0.6%. താങ്കൾ അങ്ങനെ വേണം അതിനെ കാണാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപെടലുള്ള ആളാണ് ഇതിന്റെ മൊത്തം പോളിസി തീരുമാനിച്ചത് എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അദ്ദേഹം ബുദ്ധിപൂർവ്വമായി അതിനകത്തൂടെ, ആ കർട്ടൻ അകത്തൂടെ ഒളിപ്പിച്ചു കൊണ്ടുപോയത് ഏറ്റവും വലിയ ഷുഗർ കെയിൻ ബാരൽ ആരാണ് ഇന്ത്യയിലെ?
പ്രധാനപ്പെട്ട ഷുഗർ പെയിൻ പാനലിൽ ഒരാൾ ശരത് പവാറാണ്, NCPയുടെ നേതാവ്, ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട തൂണായിട്ടുള്ള ശരത് പവാറാണ്. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ, നിലവിലെ MP-മാർ, നിലവിലെ മന്ത്രിമാർ, നിലവിൽ ഉള്ള മറ്റ് നിലപാടുകളിൽ ഇരിക്കുന്ന ഒട്ടേറെ ആളുകൾ, അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവർക്കും അവിടെ ഷുഗർ മില്ലുകളുടെ വലിയ അതിപ്രസരമുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരാളെ മാത്രം പോയിന്റ് ചെയ്ത്, ഞാൻ അതാണ് പറഞ്ഞത്, ഇവർ പെട്രോളിയം മന്ത്രിയെ പോയിന്റ് ചെയ്യാതെ നിതിൻ ഗഡ്കരിയിലേക്ക് മാത്രം പോയിന്റ് ചെയ്യുന്നത്. നിതിൻ ഗഡ്കരി ഈസ് എ പെർഫോമിംഗ് മിനിസ്റ്റർ. പെട്രോളിയം മന്ത്രിയിലേക്ക് പോയിന്റ് ചെയ്യണമെന്നാണ്. അല്ല അവർക്ക് പോയിന്റ് ചെയ്യണം. അങ്ങനെ ഈ വിഷയത്തിൽ അവർ പോയിന്റ് ചെയ്യണമായിരുന്നുവെങ്കിൽ അവർക്ക് പോയിന്റ് ചെയ്യേണ്ട ആളാരായിരുന്നു? ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന പോയിന്റ് ചെയ്തതുപോലെ തന്നെ പോയിന്റ് ചെയ്യേണ്ടിരുന്ന ആളാരായിരുന്നു? പെട്രോളിയം മിനിസ്റ്റർ ആയിരുന്നു. അവിടെ പോയിന്റ് ചെയ്യാതെ നിതിൻ ഗഡ്കരിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ഇവർക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരി ഈസ് എ പെർഫോമിംഗ് മിനിസ്റ്റർ. താങ്കൾ തന്നെ താങ്കളുടെ ഇൻട്രോ കഴിഞ്ഞ് ആരോടോ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് താങ്കൾ പറഞ്ഞു നിതിൻ ഗഡ്കരിയെ പോലെ വളരെ നന്നായി ഒരു വകുപ്പ് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന ഉപരിതല ഗതാഗത വകുപ്പ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന, രാജ്യത്ത് ഒട്ടേറെ കാലഘട്ടങ്ങളിൽ നടക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പേപ്പർ ടാഗിൽ കിടന്നിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം വളരെ എഫിഷ്യന്റായി നടപ്പിലാക്കി. അതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക്, അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കേൾക്കാനും അതിനെ റെക്ടിഫൈ ചെയ്യാനും ശ്രമിച്ച ഒരു മിനിസ്ട്രിയും ആ മിനിസ്ട്രിയെ കരിവാരി തേക്കുക, ആ മിനിസ്റ്ററെ കരിവാരി തേക്കുക എന്ന ഗൂഢമായ ലക്ഷ്യം ഇദ്ദേഹത്തിനുണ്ട്. ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞ് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല, അല്ലെ സർക്കാർ തയ്യാറായില്ല. രണ്ട്, ഈ പറഞ്ഞ എതരോള്, ഇതുപോലെ ഓരോന്ന്, നീറ്റ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും സർക്കാർ ജനങ്ങളോട് സംസാരിച്ചില്ല, സമ്മതിച്ചില്ല, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഒരു ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ സാറേ. ഇതെന്തുകൊണ്ട് കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതിന്റെ പേരാണ് സ്വേച്ഛാധിപത്യം. ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയാൻ യാതൊരു ബാധ്യതയുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ നടപ്പിലാക്കും. ഈ പറയുന്ന വാക്കിന്റെ സ്വേച്ഛാധിപത്യം, ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന കൽക്കരി കുംഭകോണം നടത്തിയപ്പോൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണെന്നുള്ളത്. ജനങ്ങളോട് രാവിലെ ഇന്ദിരാഗാന്ധി വിളിച്ച് ചോദിച്ചിട്ടാണല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വല്ലതും വന്നിരുന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് എന്തോ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതുന്നില്ലേ? ഈ പറയുന്ന താങ്കളുടെ രാഷ്ട്രീയം പറയും. താങ്കൾ എല്ലാ കാര്യങ്ങളും PMO ഡയറക്റ്റ് എടുക്കുന്ന ആളല്ലേ? അതായത് ഗഡ്കരിയെ മാറ്റാൻ തീരുമാനിച്ച കാര്യം ഉൾപ്പെടെ ഡയറക്റ്റ് കിട്ടുന്ന ഒരാൾക്ക് താങ്കൾക്ക് ഈ കാര്യങ്ങൾ കിട്ടിയതാണോ? എന്ത് മണ്ടത്തരമാണ് ചർച്ചയിൽ താങ്കൾക്ക് ഒരു ബോധ്യം ഉണ്ടാവില്ല. താങ്കൾ ഏത് വിഷയത്തിലാണ് സംസാരിക്കുന്നത്? എന്താണ് ആ വിഷയത്തിന്റെ ക്രക്സ്? ആ ക്രക്സിലേക്കല്ല വരുന്നത്. രാഷ്ട്രീയമായി കുറെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിന് രാഷ്ട്രീയമായിട്ട് കുറെ ചിത്രങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വന്നിരുന്നിട്ട് അങ്ങനെ അത് അങ്ങനെയാണ് സ്വേച്ഛാധിപത്യമാണ്. താങ്കൾ പറയുന്നത് സ്വേച്ഛാധിപത്യ നിലപാട് പറയും. ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അംഗീകരിച്ചതുപോലെ ഒരു സ്വേച്ഛാധിപത്യ നിലപാട് ഇന്ത്യയിൽ ഈ പറഞ്ഞ 12 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ടോ? ഇന്ത്യയിലെ മാധ്യമങ്ങളെ അടക്കം, ഇന്ത്യയിലെ ജനാധിപത്യവാദികളെ അടക്കം, ഇന്ത്യയിലെ എതിർ ശബ്ദങ്ങളെ എല്ലാം നിശ്ചലപ്പെടുത്താൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള അടിയന്തരാവസ്ഥ പോലെയുള്ള പദ്ധതികൾ ഈ പറഞ്ഞ 12 വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ടോ? ഇതൊന്നും നടന്നില്ല. നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം എന്താ അറിയോ? നിങ്ങൾക്ക് കഴിഞ്ഞ 2014 മുൻപ് വരെ ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമായിരുന്നെങ്കിൽ ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ വല്ലാത്ത പ്രശ്നമാണ്. രാജ്യം മുന്നോട്ട് പോകാൻ പാടില്ല, ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടക്കാൻ പാടില്ല, ഈ രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസികൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാലിളക്കം ഉണ്ടല്ലോ. ആ ഹാലിളക്കത്തിന് മരുന്ന് വരാൻ സർക്കാർ നിർവാഹമില്ല. അതിന് ജനങ്ങൾ മരുന്ന് തരുന്നുണ്ട്. ആ ജനങ്ങൾ വരുന്നതല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ തയ്യാറായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യത്തെ മിനിറ്റ് കൊണ്ട് പറയുന്നുണ്ടല്ലോ ആ കാര്യം. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുകയാണ്. അദ്ദേഹം മോദിയുടെ ഭരണം ഈ സ്വേച്ഛാധിപത്യമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറയേണ്ട കാര്യം എന്താണ് സ്വേച്ഛാധിപത്യം പറയാൻ നടന്നത്? ഏത് വിഷയത്തിലാണ് സ്വേച്ഛാധിപത്യം പറയാൻ നടന്നത്? ഏത് വിഷയത്തിലാണ് ഈ പറഞ്ഞ നിലപാടുണ്ടായത്? ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാം, നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അപ്പൊ വന്നിരുന്ന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടിരുന്ന്
നിന്ന് വായിൽ വരുന്നതെല്ലാം പറഞ്ഞു പോകാമെന്ന് കരുതിയാൽ അങ്ങനെ പറഞ്ഞു പോകാൻ അനുവദിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തുണ്ടായിട്ടുള്ള മുന്നേറ്റം, രാജ്യത്തിന്റെ റിഫോമൽ നിലപാടുകൾ, ആ നിലപാടുകളെല്ലാം ആകെ അങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ട് രാജ്യത്തൊരു സ്വേച്ഛാധിപത്യ ഭരണമാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയണം ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുന്നിലുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചിട്ടാണോ നടപ്പിലാക്കിയത്? അതിവിടെ അനധികൃത വന്ധീകരണം നടന്നു. ആ വന്ധീകരണം നടത്തിയത് ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിന്റെ പിന്നിലോട്ടുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചിട്ടാണോ നടത്തിയത്? അപ്പൊ വരുന്നതെന്തും എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ടൂളായി വന്നിരുന്നത് പൊളിറ്റിക്കൽ നാവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഷയത്തിനെ തന്നെ പൊളിറ്റിസൈസ് ചെയ്യുക പറഞ്ഞാൽ ഇവിടെയൊക്കെ മനസ്സിലാക്കാൻ തെറ്റാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.